റാൻസിയറിന്റെ വാക്കുകൾ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുന്നതാവണം ഭരണമെങ്കിൽ ഈ തുടർഭരണം ആപത്താവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വീട്, അവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം. വീടിൻ്റെ കാര്യം നോക്കൂ. ഒരു ദിവസം 152 പേർക്കാണ് സൗജന്യമായി ഈ കേരളത്തിൽ വീട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 182 പേർക്ക് കിടപ്പാടം നൽകുന്ന സർക്കാരിൻ്റെ ഭരണമാണോ, തുടർഭരണമാണോ ആപത്താണ് എന്ന് കവി സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? മൊത്തം 87 പേർക്ക് ഒരു ദിവസം എന്ന മട്ടിൽ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന 3 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെയാണോ വേണ്ട എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? ഒരു ദിവസം 119 പേർക്ക് പട്ടയം നൽകിക്കൊണ്ടിരിക്കുന്ന എന്ന കണക്കിൽ പട്ടയം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന് തുടർഭരണമാണോ ആപത്താണ് എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? എങ്ങനെ നിങ്ങൾ തുലാസിൽ തൂക്കി നോക്കിയാലും നോക്കൂ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ നിങ്ങൾ ഭരണത്തിൻ്റെ മികവ്, വികസന പദ്ധതി, ഏകദേശം 90,000 കോടിയുടെ കിഫ്ബി വികസന പദ്ധതികൾ, അതിൽ തന്നെ സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്ന 7,400 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, അന്തർദേശീയ മേഖലയിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നിന്ന് പോലും നിക്ഷേപം സ്വീകരിക്കുന്ന വ്യവസായ സൗഹൃദ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സർക്കാർ, ഈ സർക്കാരിൻ്റെ തുടർഭരണമാണോ ആപത്താണ് എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? മാഷ് ഒരു കാര്യം കൂടി മാത്രം ചോദിച്ചോട്ടെ. ഈ തുടർഭരണം ആപത്താണെങ്കിൽ 1ാം EMS സർക്കാരിൻ്റെ കാലം ആ തുടർഭരണം ഇല്ലാതെ പോയതാണോ മാഷ് ആഗ്രഹിക്കുന്നത്? എന്തായിരുന്നു EMS നമ്പൂതിരിപ്പാടിൻ്റെ 1987 സർക്കാർ ചെയ്തത്? അത് ചെയ്യാതെ പോയത് വിമോചന സമരം വന്നത് കാരണം അന്ന് മിച്ചഭൂമിയുടെ വിതരണം പൂർത്തിയാകാതെ പോയി. ആ സർക്കാർ അന്ന് അധികാരത്തിൽ തുടർന്നിരുന്നു പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ മിച്ചഭൂമിയുടെ വിതരണം പൂർത്തിയാക്കുമായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? കണക്കുകൾ പറയുന്നു. ഇടതു സഹയാത്രികനായ ഗോപകുമാർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. 1957 മുതൽ 59 വരെ മാത്രം തുടർന്ന EMS സർക്കാരാണ് ഒരുപക്ഷെ ഐക്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നിയമസഭയിലൂടെ തുടക്കം കുറിച്ചത്. ആ സർക്കാരിനെ താഴെയിട്ടത് എന്തിനു വേണ്ടിയാണ്? വിമോചന സമരത്തെ അംഗീകരിക്കുന്നുണ്ടോ സച്ചിദാനന്ദൻ മാഷ്? തുടർഭരണം ആപത്താണെന്ന് പറയുമ്പോൾ ആ EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാർ 62 വരെ ഭരിച്ചിരുന്നെങ്കിൽ 1960 മുതൽ 63 വരെ ഏകദേശം 4 ലക്ഷം ഹെക്ടറിലേറെ ഭൂമി കൈമാറ്റത്തിലൂടെ ഇവിടുത്തെ ഭൂവുടമകൾ സ്വന്തമാക്കില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം ഈ മിച്ചഭൂമി വിതരണത്തെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കാൻ വേണ്ടി ഭൂവുടമകൾ 3 വർഷം കൊണ്ടാണ്, കണക്കുകൾ പ്രകാരം 1960 മുതൽ 63 വരെയുള്ള 3 വർഷക്കാലമാണ് ഈ ഭൂമി മുഴുവൻ അവരുടെ പേരിലേക്ക് മാറ്റി ക്രയവിക്രയം ചെയ്തത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതായത് മിച്ചഭൂമി വിതരണത്തെയും ഭൂപരിഷ്കരണത്തെയും അട്ടിമറിക്കാൻ ഈ സംവിധാനത്തിന് സാധ്യത കൊടുത്തത് വിമോചന സമരമാണ്. സച്ചിദാനന്ദൻ മാഷ് വിമോചന സമരത്തെ പിന്തുണയ്ക്കുമോ?